ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വരുന്ന ജൂലൈ 5-ാം തീയതി മുതൽ നമ്മുടെ +1 വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതായത് +1-ന് അഡ്മിഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം വരിക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുന്നുണ്ടാവും. ആ സമയത്തായിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ തല പുകഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനും ഇതേപോലെ നിങ്ങളിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാണ്, ഒരിക്കലും നിങ്ങൾ തല പുകഞ്ഞിങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ +1-ന് അഡ്മിഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഉഷാറായിട്ട് കൂളായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മുത്തുണ്ണികളെ, നിങ്ങൾ +1-ന് അഡ്മിഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്നാമതായി കയ്യിൽ കരുതേണ്ട കാര്യമാണ് ഈ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കൂല, അലോട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്ന ലെറ്ററാണ് ഈ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഇത് കയ്യിൽ എന്തായാലും നിങ്ങൾ കരുതണം. കാരണം ഇത് നിർബന്ധമാണ്, അഡ്മിഷൻ സമയത്ത് ഇത് നിർബന്ധമാണ്, ഇത് ആവശ്യമാണ്. അപ്പം എന്തായാലും നിങ്ങൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ഇതില്ലാണ്ട് നിങ്ങൾ എങ്ങാനും അഡ്മിഷൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഏത് സ്കൂളിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ അലോട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെന്റ് വന്ന് ട്രയൽ അലോട്ട്മെന്റിൽ എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളും വരുത്തി അല്ലെങ്കിൽ അപ്ഡേഷനും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് നിങ്ങൾക്ക് കിട്ടും. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വേണം നിങ്ങൾ അഡ്മിഷന് ഹാജരാക്കാൻ. അതായത് നിങ്ങളിപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വന്ന് ട്രയൽ അലോട്ട്മെന്റിൽ എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളും വരുത്തി അഥവാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലെറ്റർ കിട്ടും. അപ്പോൾ അത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ. അല്ലാണ്ട് മറ്റേ ലെറ്റർ കൊണ്ടുപോകരുത്, അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് നിങ്ങൾക്ക് ആവശ്യം. ഇനിയിപ്പോൾ നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിൽ ഒരു എഡിറ്റും കാര്യങ്ങളും വരുത്തിയിട്ടില്ല, ഒരു അപ്ഡേഷനും കാര്യങ്ങളും വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേത് കൊണ്ടുപോവുക. അല്ല, എന്തെങ്കിലും വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലെറ്റർ വേണം കൊണ്ടുപോകാൻ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് വീട്ടിലിരുന്ന് വല്ല മൊബൈലോ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെയാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ അതിൻ്റെ PDF വെർഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ കഫേയിലോ അല്ലെങ്കിൽ അക്ഷയയിലോ കൊടുത്തിട്ട് അതിൻ്റെ പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ആ പ്രിന്റ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അത് അഡ്മിഷന് നിർബന്ധമാണ്, അത് ആവശ്യമാണ്. അത് കയ്യിൽ കരുതാണ്ട് പോകരുത്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TC ആണ്, അഥവാ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, TC നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചിറങ്ങിയിട്ടുള്ളത് ആ സ്കൂളായിട്ട് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുകയോ ചെയ്യുക. കാരണം ഇതില്ലാണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. അലോട്ട്മെന്റ് ലെറ്റർ പോലെ തന്നെ ഇത് നിർബന്ധമാണ്. ഇതില്ലാണ്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലും അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ TC ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചിറങ്ങിയിട്ടുള്ളത് ആ സ്കൂളിൽ പോയിട്ട് കളക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്, അത് നിർബന്ധമാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SSLC മാർക്ക് ഷീറ്റാണ്. SSLC മാർക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റിസൾട്ട് നോക്കൂലേ, റിസൾട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ പേരും നമ്മുടെ ക്ലാസ്സും നമ്മുടെ സ്കൂളും പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റുകളും അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡുകളൊക്കെ കാണിക്കൂലേ, അതാണ് SSLC മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അത് ആവശ്യം വരും, അഡ്മിഷൻ സമയത്ത് അത് ആവശ്യം വരും എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് കയ്യിൽ കരുതേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യമാണ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അഥവാ സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ തന്നെ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സ്കൂളിൽ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അഡ്മിഷൻ സമയത്ത് ഇത് ആവശ്യം വരും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യമാണ് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണോ പഠിച്ചിറങ്ങിയിട്ടുള്ളത് ആ സ്കൂളിൽ ചെന്ന് ഇത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കുക. കാരണം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അത് ആവശ്യം വരും. ഓക്കെ, ഇനി ആറാമതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ വല്ല എന്താ പറയുക JRCയിലോ അല്ലെങ്കിൽ സ്കൗട്ടിലോ അല്ലെങ്കിൽ NCCയിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിന്ന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. അത് ആവശ്യം വരും, അഡ്മിഷൻ സമയത്ത് അത് ആവശ്യം വരും. ഓക്കെ, ഇനി ഏഴാമതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യമാണ് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ EWS പോലത്തെ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്മിഷൻ സമയത്ത് നിങ്ങളത് ഹാജരാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ
അഡ്മിഷൻ സമയത്ത് അത് ഹാജരാക്കുക. ഓക്കെ, സോ അപ്പോൾ എനിവേ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ +1 അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.